ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളേജ് എന്തെങ്കിലും സജഷൻസ് എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ വളരെയധികം പ്രതീക്ഷയോടെ ഇരുന്ന ജാനുവരി 25-ാം തീയതി ലിസ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു കോയിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 25-ാം തീയതി അവർ ലിസ്റ്റ് ആക്കാതെ അവരെന്ത് ചെയ്തു, പ്രീ മാർക്കറ്റ് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ലിസ്റ്റിംഗ് ഡേറ്റ് ഫെബ്രുവരി 25-ാം തീയതിയിലേക്ക് ഞങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്രീ മാർക്കറ്റ് NFT എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അതിൽ എലിജിബിൾ ആണോ, അതിലെല്ലാവരും എലിജിബിൾ ആവോ എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഓരോ വീഡിയോകളും വളരെയധികം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, പക്ഷേ ഓരോരോ അപ്ഡേറ്റുകളായിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഡബ്ല്യു കോയിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോവാം. അപ്പോൾ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് വരുമ്പോൾ അവർ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് തന്നെ നമുക്ക് മുമ്പത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം, എന്നാലല്ലേ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വൈറ്റ് പേപ്പറിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക, ഫുൾ ഒരു ടിഷ്യൂ ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറാണ് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മളെ ഒന്ന് ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആൾറെഡി വന്നിട്ടുള്ള നോട്ട് കോയിൻ്റെ വൈറ്റ് പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കത് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് കാണുക. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് അവരിനെ കളിയാക്കിയതാണോ എന്ന് ട്വിറ്ററിൽ കുറേ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് അവരിനെ കളിയാക്കിയത് തന്നെ ആയിരിക്കാം. അതേപോലെ തന്നെ അവർ കുറേ ഇത് നിങ്ങളുള്ള ഈ കമൻറ്റിലൊക്കെ അവർ റിയാക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഡബ്ല്യു കോയിൻ നല്ല പ്രൊജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അത് ഉറപ്പാക്കാറായിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയാണ് അവർ മേടിക്കുന്നത്. ഇതുവരെ ഏതൊരു എക്സ്ചേഞ്ചിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം അവരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഒക്കെ ഈ പ്രൊജക്റ്റിനുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവർ എന്ത് ചെയ്ത് ഈ ലിസ്റ്റിംഗ് പറയുന്നതിന് മുമ്പ് ജനുവരി 25-ആണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഡീറ്റെയിലും ഇടാതെ തന്നെ അവർ അടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഡബ്ല്യു കോയിൻ NFT പ്രീ മാർക്കറ്റ് ഈസ് കമ്മിങ്. അപ്പോൾ NFT കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് വി ഹാവ് ഡബ്ല്യു കോയിൻ എക്കോസിസ്റ്റം ഇൻ ദ മൂവിങ് ഫോർവേഡ്. വി എക്സൈറ്റിംഗ് ടു ലോഞ്ച് ദ ഡബ്ല്യു കോയിൻ വൗച്ചേഴ്സ്. ആൾറെഡി തന്നെ പൗസിൻ്റെ വൗച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഡബ്ല്യു കോയിൻ്റെ ഒരു ഇത് അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ഡബ്ല്യു കോയിൻ ഫോർ വൗച്ചേഴ്സ്, ട്രേഡ് വൗച്ചേഴ്സ് ഓൺ ഗെറ്റ് ജേംസ് IO എന്ന് പറയുന്നതിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കൺവേർട്ട് യുവർ വൗച്ചേഴ്സ് ഇൻ ടു ഡബ്ല്യു കോയിൻ അറ്റ് ദ TG. അപ്പം നമ്മൾ പൗസിൽ പറഞ്ഞ അതേ കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാം, ട്രേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സെല് ചെയ്യാം, ബൈ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ അത് TGE വരെ ഹോൾഡ് ചെയ്തു, ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് വരെ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അത് കോയിൻ ആക്കി മാറ്റാനും പറ്റും എന്നാണ് ഉള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ടു സെക്യൂർ ദ ബെസ്റ്റ് കണ്ടീഷൻ ഫോർ ഡബ്ല്യു എയർ ഡ്രോപ്പ് ലിസ്റ്റിംഗ് ഡേറ്റ് ഹാസ് ബീൻ അഡ്ജസ്റ്റ് ടു 25 ഫെബ്രുവരി. അപ്പോൾ ഫെബ്രുവരി 25-ാം തീയതിയിൽ അവർ ലിസ്റ്റിംഗ് മാറ്റിവെച്ചു. ദ എക്സ്ട്രാ ടൈം വിൽ അലോസ് ടു മേക്ക് ദ ലോഞ്ച് ഈവൻ സ്ട്രോങ്ങർ, ബ്രൈറ്റർ ആൻഡ് മോർ സക്സസ്ഫുൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ സമയം എടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും, നല്ല രീതിയിൽ തന്നെ സക്സസ് ആവും, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനൊരു അഭിപ്രായം അതിന് പറയുന്നില്ല. അപ്പോൾ വി നോ ഡിലേ ക്യാൻ ഫ്രസ്ട്രേറ്റിംഗ് ആൻഡ് വി ട്രൂലി അപ്രിഷിയേറ്റ് യുവർ പേഷ്യൻസ്. നമുക്ക് ഒരിക്കലും പേഷ്യൻസ് ഇല്ല, ഇത് എല്ലാവർക്കും നല്ല ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുകയെന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും ഇത് മാറ്റിക്കളയാം. അത് കഴിഞ്ഞിട്ട് ചെക്ക് യുവർ NFT എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാവരും എലിജിബിൾ ആവില്ല എന്ന് കുറേ പേര് പറയുന്നത് ഇതാണ് കാരണം. ഡബ്ല്യു കോയിൻ NFT പ്രീ മാർക്കറ്റ് ഈസ് പ്രോസസ് മേക്സ് ഇറ്റ്സ് ടൈം. ദ ഡബ്ല്യു കോയിൻ NFT പ്രീ മാർക്കറ്റ് ഇൻ പ്രോഗ്രസ്. ഇറ്റ്സ് യുവർ ചാൻസ് ടു ഗ്രാബ് എക്സ്ക്ലൂസീവ് വൗച്ചേഴ്സ് ആൻഡ് ട്രേഡ് ഗെറ്റ് ജേംസ് ബിഫോർ ദ TGE. അപ്പോൾ ഈ ഒരു TGEക്ക് മുമ്പ് തന്നെ നമുക്കിത് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവരിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1, ഓപ്പൺ എയർ ഡ്രോപ്പ് പേജ് ഇൻ ദ ഡബ്ല്യു കോയിൻ മിനി ആപ്പ്. അപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടാവും, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് ഇൻ ക്യൂ ആൻഡ് ചെക്ക് ഇഫ് യു മീറ്റ് ആൾ ക്ലെയിം കണ്ടീഷൻ. നമ്മൾ എല്ലാ ക്ലെയിം കണ്ടീഷനും നമ്മൾ അതിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എലിജിബിൾ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഏർലി അഡ്വാൻറ്റേജ് ആറ്റ് ഫാസ്റ്റ് ബിഫോർ ദ അപ്ലിക്കേഷൻ പീരീഡ് വി വിൽ ബി ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും 10-22 ദിവസമൊക്കെ അതിൻ്റെ സമയമുണ്ട്. ഇമ്പോർട്ടൻറ്റ്, ദ NFT പ്രീ മാർക്കറ്റ് ഈസ് അവർ വേ ഓഫ് തിങ്കിങ്. Thanking early adopted to original mates, OG mates for their loyalty. Use your W coin before the TGI. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. റിഡീം യുവർ വൗച്ചർ നോ, വെയിറ്റ് ഫോർ ലിസ്റ്റിംഗ്. എന്താണ് പറഞ്ഞത്, നമ്മൾ ഈ പൗസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NFT ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുമല്ലോ.
അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ ഉള്ളത് ആൾറെഡി 127 മില്യൺ ആണ് എനിക്കിവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അറിയാം. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് തുറന്ന് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കിത് എന്താവും, ബേണായി പോവും. നിങ്ങൾ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. അപ്പം അങ്ങനെ ഇനിയും ആക്റ്റീവ് ആവാത്ത ആൾക്കാർ, ഇതൊക്കെ ഈ പ്രൊജക്റ്റൊക്കെ മറന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് ഫുള്ള് ബേൺ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ പോകുന്നത് ഞങ്ങളെപ്പോലെയുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ്. പക്ഷേ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകാതിരിക്കാം. അപ്പോൾ ഈ നടുവിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് NFT എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ എലിജിബിൾ ആണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റും. ഇന്നലെ വരെ അവിടെ ഞാനും എലിജിബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസണും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ WCoin NFT പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് മേറ്റ്സ് വി ഹാവ് സ്പോട്ടൻ ആൻ ഇഷ്യൂ വിത്ത് ആക്റ്റീവ് മേറ്റ്സ് റിക്വയർമെൻറ്റ് സം യൂസേഴ്സ് സീൻ ഇൻകറക്റ്റ് സ്റ്റാറ്റസ് വി ഫിക്സിങ് ആസ് പെർ ആസ് പോസിബിൾ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ എലിജിബിൾ അല്ലാത്തത് അവിടെ 3 ആക്റ്റീവ് മെമ്പേഴ്സ് ഇല്ലെങ്കിൽ ഇൻവൈറ്റ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. ഞാനും അവിടെ എലിജിബിൾ അല്ലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബഗ്ഗാണ്. അപ്പോൾ അത് അവർ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിടെ നോക്കുമ്പോൾ WCoin പ്രീ മാർക്കറ്റ് കൺഗ്രാജുലേഷൻ വൗച്ചർ വിൽ അപ്പിയർ ഇൻ യുവർ വാലറ്റ് 3 വൗച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടല്ലോ, യു ആർ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യു ആർ ഇൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 3 വൗച്ചർ കിട്ടും. അവർ പറഞ്ഞിട്ടുള്ളത് കോയിനായിട്ടാണോ കിട്ടുക, ഇനി ഇത് പോയിൻറ്റ്സ് ആണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പൗസിൽ എന്താണ് കിട്ടിയത്, ഈ ഒരു പോയിൻറ്റ്സ് 3 lakh പോയിൻറ്റ്സ് ആണല്ലോ ഒരു വൗച്ചർ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ 10,000 പോയിൻറ്റ്സ് ആണ് ഒരു വൗച്ചറായിട്ട് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. മേ ബി വന്നിട്ടുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ കാണില്ല. നമുക്ക് എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടെ വാല്യൂ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് ജമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗെറ്റ് കസ്റ്റം ലിങ്ക് ടു ഗെറ്റ് ജംപ് ബൈ അഡ്രസ്. ഓക്കെ, അതവിടെ പോട്ടെ. നമുക്ക് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം WCoin ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. NFT ആണ്. അപ്പോൾ NFT ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. WCoin ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാ ഒറിജിനൽ എന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്താണ് കൺവേർട്ട് യുവർ വൗച്ചേഴ്സ് WCoin അതിൻ്റെ അപ്ഡേറ്റ് തന്നെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്നൊക്കെ ആണല്ലോ പറയുന്നത്, നമ്മൾ എന്തായാലും അത് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഇവിടെ താഴെ വേണ്ടിയിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്തോ. 3 ടൈപ്പ് NFT WCoin ഉണ്ട്. ഓരോ ആൾക്കാർ പല രീതിയിൽ വാങ്ങി വെക്കും. അങ്ങനെയുള്ള കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ ചാടിക്കയറി ഒരു കാര്യങ്ങളും ചെയ്യരുത്. നമ്മൾ എല്ലാം ചെക്ക് ചെയ്താലും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പോൾ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ്റെ വെബ്സൈറ്റ് വഴി അവിടെ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് സോറി ഫോർ ദ ബാക്ക്ഗ്രൗണ്ട്, ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ട്രേഡ് പോവും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഒരിക്കലും എവിടെയും ചാടിക്കയറി ഒരു പൈസൻ്റെ കാര്യങ്ങളും ചെയ്യേണ്ട. പ്രൊമോട്ട് ചെയ്യില്ല, ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നമ്മുടെ ചാനലിൽ ഒരിക്കലും ഞാൻ കൂടുതൽ പൈസ ഇടുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വൗച്ചേഴ്സാണ് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ താഴെ കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് എലിജിബിൾ ആവട്ടെ. എലിജിബിൾ ആവാത്തവർ പേടിക്കേണ്ട. നമുക്ക് എന്തായാലും പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടട്ടെ. എലിജിബിൾ മിക്കവാറും എല്ലാ ആൾക്കാരും എലിജിബിൾ ആവണം. ഗാലക്സി ഇതൊക്കെ മേടിച്ചവർ വീണ്ടും എലിജിബിൾ ആവണം. ഇവിടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ WCoin എന്താണെന്ന് പറഞ്ഞാൽ ഈ WAI എന്ന് പറയുന്ന സംഭവം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു വലിയൊരു എന്താണ് നല്ലൊരു അവരെങ്ങനെ പറയാം, ഇതാണ് ഏറ്റവും ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കിവിടെ 11.6K WAI കോയിൻസ് ആണുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ അമ്മോതൊരു ആക്റ്റീവായിട്ട് അങ്ങനെ കളിക്കുകയൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് വല്ലതൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതും നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യുക, മൈൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ മെയ്ഡ് സെഷനിലേക്ക് വന്നാലും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഒരുപാട് റെഫറലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അതും ക്ലെയിം ചെയ്യുക. പിന്നെ ഈ ഗാലക്സിയും ട്രഷറൊക്കെ നിങ്ങൾ വാങ്ങണോ, കീ ഒക്കെ വാങ്ങണം എന്ന് ചോദിച്ചാൽ പൈസൻ്റെ ഇടപാടാണ്. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ ഒരു പൈസ ഇതിൽ മുടക്കിയിട്ടില്ല. എനിക്കത് മുടക്കണമെന്ന് തോന്നിയിട്ടില്ല. ടെലിഗ്രാം ബജറ്റിൽ നമ്മൾ പൈസ മുടക്കുമ്പോൾ നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് മുടക്കാതിരിക്കുന്നത്. ഇനി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. റിയൽ ടോക്ക് വിത്ത് സുമിത്ത് തന്നെയാണ്. ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും കാണും. റീസെൻ്റ്ലി ഇപ്പം 125 രൂപേൻ്റെ ലൂട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ UPID കൊടുത്തിട്ട് ആ ഒരു ബജാജിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. ഒരു പൈസയും കൊടുക്കണം. അവരോട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എൻ്റർ യുവർ നെയിം പാൻ നമ്പർ ഡൺ. ഈ
ഇഫ് യു ഗെറ്റ് ക്രെഡിറ്റ് ലിമിറ്റഡ്, നിങ്ങൾക്കൊരു സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ പേജിൽ തന്നെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 125 രൂപ കയറും. അപ്പോൾ നിങ്ങളത് പേടിക്കാതെ തന്നെ എന്തായാലും കയറി നോക്കുക. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ കയറിയാൽ മതി. ഇപ്പോൾ ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ ഇനി ഒരാൾക്കാരിനെയും നിങ്ങൾ നന്നാവ്, നിങ്ങളത് ചെയ്യ്, റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യില്ല. നിങ്ങൾ എന്തായാലും ചെയ്യുക. ആൾറെഡി ഫിഞ്ച് കോയിൻ്റെയൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എത്ര നെഗറ്റീവാണ്. അപ്പോൾ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. റിസ്ക് എടുത്താലേ പൈസ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും പൈസയാണ്, എല്ലാവരുടെയും പൈസയാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് സമാധാനമുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളുടെ എല്ലാ രീതിയിലും ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ലൂട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മൾ എൻ്റെ ട്രാൻസാക്ഷനൊക്കെ കാണിച്ചു തന്നു പറഞ്ഞാൽ എൻ്റെ ഈ റെക്കോർഡിങ് എടുക്കുന്നത് എന്താണ് കട്ടായി പോകും. അവിടെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡ് പറ്റുന്നില്ലാണ്. അപ്പോൾ ഈ 125 ലൂട്ട് നിങ്ങൾക്ക് കയറുക. ഏഞ്ചൽ മണി നിങ്ങൾക്ക് കയറാത്തവരാണെങ്കിൽ കയറുക. ഇതൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മാത്രം പൈസ കിട്ടിയാൽ പോരല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു പറഞ്ഞാൽ അവർക്കും പൈസ കിട്ടും. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ W കോയിൻ്റെ കുറേ അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് താഴെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.